വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സേഫായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്കോട്ട്ലൻഡിൽ എത്തിയതിന് ശേഷം ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ലണ്ടനിലൊന്ന് പോകണം എന്നുള്ളത്. അത് ഇപ്പോഴാണ് കേട്ടോ സാധിച്ചത്. ഈ ക്രിസ്മസ് ഹോളിഡേയ്സിൽ ലണ്ടനിൽ പോകാൻ പറ്റി. അതെനിക്കൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ഉള്ള സമയത്ത് ക്രിസ്മസിന് ലണ്ടൻ എന്നൊക്കെ കണ്ടിട്ടുണ്ട്, കുറേ വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പം മുതൽ ഉള്ളിൽ എങ്ങനെയോ കയറിയതാണ് ക്രിസ്മസിൻ്റെ ലൈറ്റ്സ്, ആ ഒരു ടൈമിൽ അവിടെ പോകണം എന്നൊക്കെയുള്ളൊരാഗ്രഹം. അപ്പോൾ അന്ന് നമുക്കറിയില്ലല്ലോ, ഒട്ടും നടക്കാത്തൊരാഗ്രഹമായിരുന്നു. അതിപ്പോൾ ഇങ്ങനെ സാധിച്ചു. അപ്പോൾ ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയാം. നമ്മൾ ഒട്ടും വിചാരിക്കാതെ നടന്നൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഡേ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഉച്ചയ്ക്ക് മുമ്പാണ് ഇറങ്ങിയത്. ഫുഡൊക്കെ എടുത്ത് നമ്മൾ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ആകെ ഹർബറി ആയിരുന്നു. നമ്മൾ പാക്കിങ്, ഫുഡ് ഉണ്ടാക്കൽ ഫുള്ള് സെറ്റ് ചെയ്ത് നമ്മളൊരു 5 days ട്രിപ്പിനാണ് പോണത്. അതിൽ 3 days ആണ് കേട്ടോ ലണ്ടനിൽ സ്റ്റേ ചെയ്യണത്. ബാക്കി 2 ദിവസം നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. ഇപ്പോൾ പോണത് നമ്മൾ മാഞ്ചസ്റ്ററിലാണ് കേട്ടോ. മാഞ്ചസ്റ്ററിലാണ് ഫ്രണ്ട് ഉള്ളത്. അപ്പോൾ അവരുടെ വീട്ടിൽ കാറിട്ടിട്ട് നമ്മൾ ട്രെയിനിനാണ് ലണ്ടനിൽ പോണത്. നമ്മുടെ വീട്ടിൽ നിന്ന് മാഞ്ചസ്റ്റർ പോകാനായിട്ട് ഏകദേശം ഒരു 3 മണിക്കൂർ കൂടുതൽ വേണം. അപ്പോൾ അതിനിടയിൽ നമുക്കൊരു സർവീസസിൽ നിർത്തേണ്ടി വന്നു. ആ ടൈമിൽ തന്നെ ചാർജ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ലഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കഴിച്ചു. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഒരു 1:30-2 മണി ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ എത്തിയപ്പോൾ. ഒരു 30 minutes നമ്മൾ ഫുൾ ചാർജിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഞാൻ ആദ്യം കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് മോന് കൊടുത്തത്. അതിന് കഴിക്കാൻ കുറച്ച് മടിയായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ചിപ്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടിയിലിരുന്നിട്ട്. ഒരു ബോറടിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ. പിന്നെ ഞാൻ ഫുഡ് എടുത്തത് ബോക്സിലൊന്നല്ല കേട്ടോ, ഇതുപോലെ ഫോയിൽ പേപ്പറിലാണ്. അപ്പം നമുക്ക് ഡിസ്പോസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫോയിൽ പേപ്പറിൽ എടുത്തത്. അപ്പം അത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കളയാമല്ലോ, അല്ലെങ്കിൽ പിന്നെ പാത്രം നമ്മൾ കൊണ്ട് നടക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയത്തിനുള്ളിൽ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. ഇതാണ് കേട്ടോ, അവിടെ ഒരു കുട്ടിയും കൂടി ഉണ്ട്, ഫ്രണ്ടിൻ്റെ മോൻ. ഇവർക്ക് കളിക്കാനൊരു കൂട്ടായി. പിന്നെ ഫ്രണ്ടിൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവളോട് പറഞ്ഞിട്ടുണ്ടാകും ഫുഡൊന്നും ഉണ്ടാക്കണ്ട, ഞങ്ങൾ വന്നിട്ട് ഉണ്ടാക്കിയാൽ മതി, ഞാൻ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ന് രാത്രി ഇവരുടെ വീട്ടിലാണ് കേട്ടോ സ്റ്റേ. പിറ്റേ ദിവസം രാവിലെയാണ് നമുക്ക് ട്രെയിനുള്ളത്. അപ്പോൾ അത്ര നേരത്തെ എന്തായാലും നമ്മൾ സ്കോട്ട്ലൻഡിൽ നിന്ന് ഇവിടേക്ക് എത്തില്ല. അതാണ് കേട്ടോ തലേ ദിവസം തന്നെ വന്ന് ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചത്. അവൾക്ക് നമ്മുടെ ഫ്രണ്ട് ദേന ബജ്ജി ഉണ്ടാക്കുന്നുണ്ട്, ഓണിയൻ ബജ്ജി. അതിനിടയിൽ റൈസ് കുക്കറിൽ റൈസ് വെച്ചു. പിന്നെ ഒരു കറി, അത് മൂങ് ദാൽ വെച്ചിട്ടാണ് ഒരു കറി. അത് അവരുടെ റെസിപ്പിയാണ്, അവർ ഹൈദരാബാദാണ്. അപ്പോൾ അവരുടെ ടൈപ്പിലുള്ളൊരു ഫുഡാണ് ഉണ്ടാക്കിയത്. ഒരു ദാൽ കറിയൊക്കെ പോലത്തെ ഒരു മൂങ് ദാൽ വെച്ചിട്ടൊരു കറി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങി. രാവിലെ നേരത്തെ എനിക്കുണ്ടായിരുന്നുണ്ട്. അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. ഇപ്പോൾ ഇത് രാവിലെ നമ്മൾ റെഡിയായിട്ട് പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അവരുടെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് സ്റ്റേഷനുള്ളത്. അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല മഞ്ഞുണ്ടായിരുന്നു. നേരം വെളുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഇവിടെ വിൻ്ററിൻ്റെ ടൈമിൽ 8:30, 8:45 ആ ഒരു ടൈമിലാണ് സൺറൈസ് ഉള്ളത്. ഇപ്പം ഞങ്ങൾ 7:45 ആ ഒരു സമയത്താണ് വന്ന് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ ഒരുപാട് സമയം കളയണ്ടെന്ന് വെച്ചിട്ട് ബ്രെഡും മുട്ടയാണ് ആക്കിയത്. പിന്നെ അവരുടെ മോന് ബ്രെഡ് മുട്ടയും കഴിക്കില്ല, അപ്പോൾ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പാക്ക് ചെയ്തെടുത്തു. ചേട്ടന്മാരൊക്കെ വീട്ടിൽ നിന്ന് കഴിച്ചു, ഞങ്ങൾ പാക്ക് ചെയ്തെടുത്തു. പിന്നെ നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള ഫുഡൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിൻ്റെ പേര് ദിവ്യ എന്നാണ് കേട്ടോ. അപ്പോൾ ദിവ്യ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ടമറിൻ റൈസാണ് അതുണ്ടാക്കാൻ എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കണത്. അപ്പോൾ ആൾ അത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ടൊമാറ്റോ പിക്കിള് അതൊക്കെ വെച്ച്, പിന്നെ തൈരൊക്കെ വെച്ചിട്ട് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. രാത്രി നമുക്ക് പുറത്തുനിന്നും കഴിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനിടയിൽ നമ്മൾ മാഞ്ചസ്റ്ററിൽ എത്തിയിട്ട് ലണ്ടനിലേക്കുള്ള ട്രെയിനിൽ മാറി കയറിയിട്ടോ. അപ്പോൾ പുറത്തുനിന്നൊരു കോഫിയൊക്കെ വാങ്ങി ഞങ്ങൾ സമാധാനമായിട്ടിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ UK വന്നിട്ട് ട്രെയിനിൽ കയറുന്നത്. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ട്രെയിനിൽ പോകണം, നല്ല രസമാണ്, നല്ല വ്യൂസൊക്കെ കാണാൻ. അപ്പോൾ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത് കാറിന് തന്നെ ലണ്ടനിൽ പോകാമെന്നാണ്. അപ്പോൾ അതിന് മുമ്പ് ഫ്രണ്ട് ഞങ്ങൾക്കും കൂടിയുള്ള ട്രെയിനിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ അത് കാരണം കൊണ്ട് ക്യാൻസൽ ചെയ്തില്ല, അങ്ങനെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ കാറിന് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാർ പാർക്കിങ്ങിൻ്റെ ചാർജ് മാത്രം കൊടുത്താൽ മതി. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ തന്നെ നമുക്ക് കാർ പാർക്ക് ചെയ്യാം. അപ്പോൾ
2 ഡേ 3 ഡേയ്സ് ആ ഒരു ചാർജ് മാത്രമേ വരുള്ളൂ. പക്ഷേ നമ്മൾ ട്രെയിനിൽ പോയപ്പോൾ അതിലും കുറച്ചുകൂടി എക്സ്പെൻസീവായി. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഇതുപോലെ പോകുമ്പോൾ നമുക്ക് കാറിന് തന്നെ പോകണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഒരു കാര്യം, ചെറിയ കുട്ടികൾക്ക് 5 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് സീറ്റ് ഉണ്ടായിരുന്നില്ല, നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരെ നമ്മൾ മടിയിൽ വെച്ചിരിക്കുമെന്ന് വിചാരിച്ചത്. പക്ഷേ നമ്മുടെ കമ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് സീറ്റ് ഒഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഇരുന്ന് പോകാനായിട്ട് പറ്റിയിട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ ലണ്ടനിലെത്തി. ഒരു 2 hours കൂടുതൽ എടുത്തു കേട്ടോ നമുക്ക് ലണ്ടനിൽ എത്താനായിട്ട്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പുറത്ത് ബസ് കാത്ത് നിൽക്കുകയാണ് നമ്മുടെ ഹോട്ടലിലേക്ക് പോകാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നിറങ്ങിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി പോയേക്കാണ് കേട്ടോ ചേട്ടന്മാർ. അപ്പോൾ ഇതുപോലെ നമ്മൾ പോകുമ്പോൾ ടാക്സി വിളിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ലാഭം ഇതുപോലെ കാർഡുകൾ എടുക്കുന്നതാണ്. ഓയിസ്റ്റർ കാർഡ് എടുക്കുന്നതാണ്. ഇതിൽ നമുക്ക് ഒരു ദിവസം എത്ര വേണമെങ്കിലും ട്രാവൽ ചെയ്യാം, ബസ്സിലും ട്യൂബിലും ഒരു കാർഡ് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ വന്നു, ബസ് നമ്പറൊക്കെ നോക്കി കയറി. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം നമ്മൾ റീൽസിലും വീഡിയോസിലും ഒക്കെ റീജൻറ്റ് സ്ട്രീറ്റൊക്കെ കാണാറുണ്ട്, ലൈറ്റ്സ് അറേഞ്ച്മെൻറ്റൊക്കെ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ലൈറ്റ്സൊക്കെ ഉണ്ട്. പക്ഷെ രാത്രി ആവാത്തത് കൊണ്ട് തന്നെ അതൊന്നും അത്ര ഭംഗിയിൽ കാണുന്നില്ല. പക്ഷെ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ ഇങ്ങനെ സ്ട്രീറ്റുകളിൽ ഇങ്ങനെ ലൈറ്റ്സൊക്കെ ഇട്ടേക്കുന്നത്. പിന്നെ എല്ലാ ഷോപ്പുകളും അതേ ക്രിസ്മസിൻ്റെ ഒരു വൈബിലാണ്. ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ വേറെ എവിടെയോ എത്തിയൊരു ഫീലാണ് കേട്ടോ തോന്നുക. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ലണ്ടനെയും ബിഗ് ബെന്നൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഒരു ബ്രിഡ്ജ് കടന്നിട്ടാണ് നമ്മൾ ഹോട്ടലിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ടവർ ബ്രിഡ്ജിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ലണ്ടൻ എത്തിയെന്നൊരു ഫീല് വന്നത് ലണ്ടനെയും ബിഗ് ബെന്നും ഒക്കെ കണ്ടപ്പോഴാണ് കേട്ടോ. നമ്മൾ ഇതുവരെ വീഡിയോസും ഫോട്ടോസും മാത്രം കണ്ടിട്ടുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ വന്ന് നിന്നപ്പോൾ ഭയങ്കര ഒരു ഫീലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ ഇറങ്ങി ഞങ്ങളുടെ ഹോട്ടലിലെത്തി. പ്രീമിയർ ഇന്നായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെക്ക് ഇൻ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ വലിയൊരു ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് കേട്ടോ അവിടെ എത്തിയത്. അപ്പോൾ കുട്ടികൾക്ക് അവിടെ നിന്ന് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കിട്ടിയപ്പോൾ അവർ കുറച്ചുകൂടി ഹാപ്പിയായി. പിന്നെ ഞങ്ങൾ ചെക്ക് ഇൻ കുറച്ച് നേരത്തെ അവിടെ എത്തിയത് കൊണ്ട് തന്നെ ഒരു റൂം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 2 റൂമാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും കറക്റ്റ് നമ്മൾ ബുക്ക് ചെയ്ത ടൈം ആകുമ്പോഴേക്കിനും 2 റൂം തരാമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇതാണ് കേട്ടോ അവർക്ക് കിട്ടിയ ഗിഫ്റ്റ്. അതിൽ ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്, പിന്നെ ഒരു ചെറിയൊരു ബാൻഡ് ഉണ്ടായിരുന്നു, ഹാൻഡ് ബാൻഡ്, പിന്നെ എന്തോ ഒരു കാർഡും, അത്രയാണ് ഉണ്ടായിരുന്നത്. ഇതൊക്കെ കിട്ടിയപ്പോൾ തന്നെ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഞങ്ങൾ റൂമിൽ ചെന്നിട്ട് പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ടാമറിൻ്റെ റൈസ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. ചെറിയൊരു പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് കഴിക്കാനായിട്ട് നമുക്ക് വേറെ കറികളൊന്നും ആവശ്യമില്ല. ഇത് മാത്രം നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ടൊമാറ്റോ പിക്കിൾ ഉണ്ടായിരുന്നു. അത് ദിവ്യയുടെ അമ്മ നാട്ടിൽ നിന്ന് കൊടുത്തയച്ചത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ നാട്ടിലൊന്നും ഉണ്ടാക്കുന്ന പോലെയല്ല. അവരുടെ ഒരു കുക്കിംഗ് സ്റ്റൈലൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടല്ലോ. പിന്നെ ജീരകമൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ വേറൊരു ടൈപ്പ് കുക്കിംഗാണ് അവരുടെ. അപ്പോൾ ഈ റൈസാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കഴിച്ചത്. പക്ഷേ എൻ്റെ മക്കളിത് ഞാൻ കഴിക്കില്ല എന്ന് വെച്ചിട്ടുണ്ട്. അവർക്ക് ഞാൻ ഫ്രൈഡ് റൈസ് വേറെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് നമ്മൾ ഇന്ന് തന്നെ വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട്, ലണ്ടനായി കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ്സൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് മുമ്പേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ ടൈം എന്ന് പറഞ്ഞാൽ 3 o'clock കേട്ടോ. അപ്പോൾ ആ ടൈമിന് മുമ്പ് നമുക്ക് നമ്മുടെ ഹോട്ടലിൽ നിന്ന് അവിടേക്ക് എത്തണം. അപ്പോൾ ലണ്ടനായിൽ വിൻ്റർ ടൈം ആകുമ്പോൾ ടൈമിങ്ങിൽ വ്യത്യാസം ഉണ്ടാകും. രാവിലെ 10 മണി തുടങ്ങി 5 മണി വരെ ആ ഒരു ടൈമിങ്ങാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ പോയി അവിടെ ഇറങ്ങി. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇതുള്ളത്. നമ്മൾ കാണുമ്പോൾ എന്തൊരു ബിഗാണെന്നോ, നല്ല ഹൈറ്റ് ഉണ്ട്. 135 meter ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇതിന്. ഈ ഒരു ഇതിൽ 32 capsules ആണുള്ളത്. ഓരോ ക്യാപ്സ്യൂൾസിലും നമുക്ക് 25 പേർക്ക് വീതം ഒരു റൈഡിൽ കയറാൻ പറ്റും. 25 പേര് കയറിയാലും ഒരുപാട് സ്പേഷ്യസ് ആണ്. നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഗ്ലാസ് വെച്ചിട്ടാണ് കേട്ടോ അത് കവർ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ കുഴപ്പമില്ല, നല്ല തിരക്കുണ്ടായിരുന്നു, ക്യൂ ആയിരുന്നു. അപ്പോൾ നമ്മൾ ക്യൂവിൽ നിൽക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് ടിക്കറ്റ്സ് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. നേരത്തെ ബുക്ക് ചെയ്യണം. അപ്പം നമ്മളൊരു കോംബോ ബുക്കിംഗാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 3 സ്ഥലത്ത് കയറാനുള്ള ടിക്കറ്റ് ഒരുമിച്ച് എടുക്കുമ്പോൾ അതാണ് കുറച്ചുകൂടി ലാഭമായിട്ട് തോന്നിയത്. അപ്പോൾ ലണ്ടനായും സീ ലൈഫ് അക്വേറിയം പിന്നെ വാക്സ് മ്യൂസിയം, അത് 3ൻ്റെ കോംബോ ആണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇവിടെ നിൽക്കേണ്ടി വന്നു. പക്ഷേ വേഗം ക്യൂ നീങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലണ്ടനയിൽ കയറിയിട്ട് ഒരു റൈഡിൻ്റെ ടൈം എന്ന് പറയുന്നത് 30 minutes ആണ്. ഒരു വട്ടമാണ് കേട്ടോ കറങ്ങുള്ളൂ, അവർലി 2 times മാത്രം. അപ്പോൾ ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിർത്താതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
അതങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം. ഇത് സ്റ്റോപ്പ് ചെയ്യില്ല, നമ്മൾ കയറുന്ന സമയത്തായാലും ഇത് സ്റ്റോപ്പ് ആവില്ല, നമ്മൾ ചാടി കയറണം. പേടിക്കാനൊന്നുമില്ല, സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവർ പറയും കയറാനായിട്ട്, അപ്പോൾ നമ്മൾ ചാടി കയറുക, അത്രേ ഉള്ളൂ. ഞാൻ കുട്ടികളൊക്കെ എടുത്തിട്ടാണ് കേട്ടോ കയറിയത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. അപ്പോൾ മക്കൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ, അവർ ലണ്ടനായി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, ജസ്റ്റ് കണ്ടു. അപ്പോഴാണ് നമ്മളിതിലാണ് കയറാൻ പോകണമെന്നൊന്നും എൻ്റെ ഇളയ മോനെ അറിയില്ല. കാരണം ഇത്ര ഹൈറ്റിൽ കയറുമ്പോൾ ചിലപ്പോൾ അവൻ പേടിക്കുന്നു വെച്ചിട്ടാണ് പറയാണ്ടിരുന്നത്. പക്ഷെ അവന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് വളരെ സ്ലോയിലാണ് ഇങ്ങനെ കറങ്ങുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല. അത്ര ഹൈറ്റിൽ പോയാൽ നമുക്ക് പേടിയൊന്നും ആവില്ല. പിന്നെ നമ്മളിതിൽ കയറിയപ്പോൾ തന്നെ ബിഗ് ബെന്നൊക്കെ കാണാം. തൊട്ടപ്പുറത്ത് തന്നെയാണ്, ഈ റിവറിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ബിഗ് ബെൻ ഉള്ളത്. പിന്നെ നമ്മളിതിൻ്റെ ഏറ്റവും ഹൈറ്റിലെത്തുമ്പോൾ നമുക്ക് ആ ഫുൾ ഏരിയ നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ രാവിലെ ബസ്സിൽ ഇരുന്ന് പോയപ്പോൾ ലണ്ടൻ ഐയൊക്കെ കണ്ടില്ലേ, ആ ഒരു ബ്രിഡ്ജാണ് കേട്ടോ കാണുന്നത്, ആ സൈഡിൽ കാണുന്നത്. അപ്പോൾ അവിടെയൊക്കെ നിന്ന് നോക്കാൻ നല്ല രസമുണ്ട്. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഈ കാണുന്ന ബ്രിഡ്ജ് എന്ന് പറയുന്നത് ട്രെയിൻ പോകുന്നതാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്താണ് ബസ്സൊക്കെ പോകുന്ന ബ്രിഡ്ജ്, നമ്മൾ നേരത്തെ പോയിട്ടുള്ള ബ്രിഡ്ജ് ഉള്ളത്. പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്കാണ്, അവ മുകളിലേക്ക് എത്തി. 135 മീറ്റർ ഹൈറ്റിലാണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈഡിലേക്ക് പോകും. ആ സൈഡിലാണ് ഉള്ളത് ബിഗ് ബെൻ ഒക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ദൂരെ നിന്ന് നോക്കാൻ നല്ല രസമുണ്ട്. നല്ല ഹൈറ്റിലെത്തിയിട്ട് ഫുള്ളിങ്ങനെ കവർ ചെയ്ത് നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എൻ്റെ മക്കൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ബോറടിച്ചു. ജസ്റ്റ് ഇങ്ങനെ ഒരു ഇതിൻ്റെ ഉള്ളിൽ, ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ അവർക്ക് ബോറടിയാണ്. അവർക്ക് ഇതൊന്നും കണ്ടിട്ട് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ കുട്ടികൾ ആ ഒരു പ്രായം ആവുന്നല്ലേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും. ഇപ്പോൾ ഒരു 10-15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പോഴേക്കിനും ഇവർക്ക് മതിയായി, അലമ്പാക്കി തുടങ്ങി. അപ്പോൾ ഞാൻ പോയി നോക്കി. പുറത്തേക്ക് നോക്കലൊന്നും പിന്നെ നടക്കില്ല, പിന്നെ ഇവരെ നോക്കൽ മാത്രമേ നടക്കുള്ളൂ. അപ്പം പിന്നെ താഴെ ഇറങ്ങി നമുക്ക് പോവാം എന്നുള്ളതായപ്പോൾ അവർക്ക് ഹാപ്പി ആയത്. എപ്പോഴാണ് ഓപ്പൺ ചെയ്യാമെന്നൊക്കെ ചോദിച്ചാണ് അവർ നിൽക്കുന്നത്, പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. അതിന് തൊട്ട് താഴെ നമുക്ക് റിവർ സൈഡിലൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കണമെന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ബിഗ് ബെൻ ബാക്കിലൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് ഫോട്ടോസ് ഇങ്ങനത്തെയൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നല്ല തിരക്കാണ്, അപ്പോൾ ആൾ ഒഴിയുന്നത് നോക്കിയിട്ട് വേണം നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കിനും. അപ്പോൾ ലൈറ്റ്സൊക്കെ കത്തി തുടങ്ങുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഈ റിവറിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ ക്രൂയിസ് റൈഡ് ഉള്ളത്. അതിന് നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയിട്ട് വേണം ആ റൈഡിന് പോകാനായിട്ട്. അത് നമ്മൾ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ പോയത്. നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് ക്രിസ്മസ് ലൈറ്റ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള റീജൻ സ്ട്രീറ്റിലേക്കാണ്. അപ്പോൾ അവിടെ ഒരുപാട് പേര് പോയിട്ടുള്ള റീൽസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകാനായിട്ട്. ഞാൻ വാശി പിടിച്ച് പോകുന്നതാണ് കേട്ടോ, കാരണം നമ്മുടെ കൂടെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ ട്രാവലിംഗ് ഉണ്ടായിരുന്നു, ഇവിടേക്ക് വന്നു. അപ്പോൾ ഒരുപാട് ദൂരം നമുക്ക് കുട്ടികളെ കൊണ്ട് നടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ലാസ്റ്റ് അവിടെയും കൂടെ പോയിട്ട് ജസ്റ്റ് പോരാന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകണത് കേട്ടോ. അപ്പോൾ അതിനിടയിൽ കുട്ടികൾക്ക് വിശന്നു. നമ്മൾ തൊട്ടടുത്ത് തന്നെയുള്ളൊരു ഷോപ്പിൽ കയറി ഫുഡ് കഴിക്കുകയാണ് കേട്ടോ, ലണ്ടൻ ഐൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു ഷോപ്പിൽ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളിനി ബസ്സിലാണ് അങ്ങോട്ട് പോണത്, റീജൻ സ്ട്രീറ്റിൽ പോണത്. തൊട്ടടുത്ത് തന്നെയാണ്, പക്ഷെ ഭയങ്കര ട്രാഫിക്കാണ്, ഭയങ്കര തിരക്കാണ് കേട്ടോ അവിടേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഈ ബ്രിഡ്ജിൽ കയറണം. ബ്രിഡ്ജിൻ്റെ അടുത്തേക്കാണ് പോണത്, അവിടെ നിന്നാണ് നമുക്ക് ബസ് കിട്ടുക. അപ്പോൾ നമ്മൾ നേരത്തെ ലണ്ടൻ ഐയിൽ നോക്കുമ്പോൾ കാണാൻ പറ്റുമായിരുന്നു അതിലൂടെ ബസ്സൊക്കെ പോകുന്നത്. ആ ബസ് പോകുന്ന ബസ് സ്റ്റോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്, നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ സൈഡിലൊക്കെ നല്ല ലൈറ്റ്സൊക്കെ കൊടുത്ത് നല്ല ഭംഗിയുണ്ട് നമുക്ക് നേരിട്ട് കാണാനായിട്ട്. ലണ്ടനായും ലൈറ്റ്സൊക്കെ കത്തിയിട്ടുണ്ട്. പിന്നെ അത് സ്റ്റോപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ, 5 മണി 6 മണി ആ സമയമാകുമ്പോഴേക്കും റൈഡൊക്കെ കഴിഞ്ഞിട്ട് അത് സ്റ്റോപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ്സ് മാത്രമേ ഉള്ളൂ, റൈഡിങ് നടക്കുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്തു, അടി കൂടെയാണ് കേട്ടോ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് വന്ന് മുകളിലേക്ക് കയറിയത്. അപ്പോൾ ഒരുപാട് ബസ്സുകൾ പോകുന്നുണ്ട്, എല്ലാ ബസ്സിലും നല്ല തിരക്കാണ്. അപ്പോൾ കുട്ടികളെയും കൊണ്ട് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റൊക്കെ കിട്ടുന്ന ബസ്സിൽ കയറാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ ബസ്സൊക്കെ കിട്ടി, നമ്മൾ ഇരിക്കുകയാണ്. ഗൂഗിൾ മാപ്പ് ഇട്ടാണ് പോണത്. അതിൽ 2 റീജൻ സ്ട്രീറ്റൊക്കെ കാണിക്കുന്നുണ്ട് സ്റ്റോപ്പൊക്കെ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങി പോകാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബസ്സിലിരുന്ന് പോകുമ്പോൾ
ഒരുപാട് ലൈറ്റ്സുള്ള സ്ട്രീറ്റുകൾ കാണാം. അപ്പോൾ എവിടെയാണ് ഇറങ്ങേണ്ടതെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ ഇറങ്ങി. അപ്പോൾ ഈ ഒരുപാട് സ്ട്രീറ്റ്സിൻ്റെ മുകളിൽ ഇങ്ങനെ ലൈറ്റ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഒരു മാലാഖയുടെ ഒരു ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വരുന്ന ഒരു സ്ട്രീറ്റാണ് ഞാൻ തപ്പി നടന്നത് കേട്ടോ. അപ്പോൾ അത് സ്റ്റാർട്ടിങ്ങിലാണുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മുമ്പോട്ട് പോകണം. നമുക്ക് കുറച്ച് നേരത്തെയുള്ള സ്റ്റോപ്പിൽ ഇറങ്ങിയതുകൊണ്ടാണ് അത് മിസ്സായി പോയത്. അപ്പോൾ അതന്വേഷിച്ചിട്ടായിരുന്നു കേട്ടോ പിന്നെ നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിനിടയിൽ ടെസ്കോ കണ്ടു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കാരണം പിറ്റേ ദിവസം ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അവിടെ ഷോപ്പൊന്നും ഓപ്പൺ ആയിരിക്കില്ല. അപ്പോൾ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. അതേ ദിവസം നമുക്ക് ഉച്ചയ്ക്ക് കുക്ക് ചെയ്യാം എന്നൊക്കെയാണ് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വിചാരിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ എന്നിട്ട് പിന്നെ തിരിച്ചു പോരാൻ കുറേ നടന്നു. ദിവ്യ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നടക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുട്ടികളും ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് പോയി. ബസ് സ്റ്റോപ്പിൻ്റെ അവിടേക്ക് പോണ വഴിയിലാണ് കേട്ടോ ഇതൊക്കെ കണ്ടത്. നല്ല ഭംഗിയിൽ ഇവർ ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഷോപ്പ്. അപ്പോൾ നമ്മളവിടെ ഒരുപാട് സമയം നിന്നില്ല, ജസ്റ്റ് നോക്കി നിന്നിട്ട് പോന്നു. നല്ല തിരക്കുള്ള സ്ട്രീറ്റാണ്. അപ്പോൾ നമുക്ക് നിൽക്കാൻ തന്നെ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഞാൻ വീഡിയോസിൽ എടുത്തേക്കുന്നത്. അങ്ങനെ നടന്നപ്പോഴാണ് ഈ ഒരു ബിൽഡിങ് കണ്ടത്. ഇത് നമ്മൾ ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്, ക്രിസ്മസിൻ്റെ റീൽസിൽ. അപ്പോൾ അവിടെ നിന്ന് ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറി. അവിടെയും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളിൽ ഒരുപാട് ഷോപ്പിങ്ങിനായിട്ടുള്ള സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷേ നമ്മളതിനൊന്നും നിന്നില്ല. അവർ ഷോപ്പ് ക്ലോസ് ചെയ്യാൻ പോവായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ സൈഡിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായിരുന്നു. എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ലൈറ്റ്സാണത്. അപ്പോൾ മുകളിൽ നിന്ന് അടിയിലേക്ക് ഇങ്ങനെ വന്ന് താഴേക്കെത്തും. അത് തിരിച്ച് മുകളിലേക്ക് പോവും. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോഴേക്കിനും നമ്മളോട് പെട്ടെന്ന് തന്നെ പൊക്കോളാനായിട്ട് പറഞ്ഞു. ക്ലോസ് ചെയ്യാനുള്ള ടൈമായി. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വേഗം അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ടായിരുന്നു. ലൈറ്റ്സ് അറേഞ്ച്മെൻറ്റ്സിൻ്റെ ഒക്കെ കാർട്ടിയറിൻ്റെ ഒക്കെ ഷോപ്പൊക്കെ പോകണമായിരുന്നു. പക്ഷേ കുട്ടികളെയും കൊണ്ട് ഒരുപാട് നടക്കാനായിട്ട് പറ്റിയില്ല. അവർ ആകെ ക്ഷീണിച്ചു മതി എന്ന് പറഞ്ഞിട്ട് എടുക്കായിരുന്നു. അപ്പോഴേക്കിനും ബസ് സ്റ്റോപ്പിൻ്റെ സൈഡൊക്കെ എത്തി. അപ്പോൾ അപ്പോഴാണ് കേട്ടോ കണ്ടത് ഇതുപോലൊരു റിക്ഷ പോലത്തെ ഒരു വണ്ടിയിൽ ഇങ്ങനെ ആളുകളെ കൊണ്ടുപോകണത്. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പിലാണ് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്ന മാലാഖയുടെ ലൈറ്റ്സ് ഉള്ളത്. അപ്പോൾ ഒരുപാട് മാലാഖമാരുണ്ട്. പക്ഷേ ഈ ഒരു മാലാഖനെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. നമ്മൾ കൂടുതൽ റീൽസിലൊക്കെ കാണുന്നത് ഈ ഒരു മാലാഖയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന ടൈമിൽ നമ്മൾ ഒരു റീലൊക്കെ എടുക്കാനായിട്ടൊക്കെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നിറച്ച് തിരക്കാണ് കേട്ടോ. സൈഡിലൂടെ നമ്മുടെ തൊട്ടടുത്ത് കൂടെയൊക്കെ ബസ് പോവും. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. നമ്മുടെ ബസ് വന്ന് നമ്മളതിൽ കയറി പോകുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴേക്കിനും എല്ലാവരും ഭയങ്കര ടയേർഡായിട്ടോ. ഒരുപാട് നടന്നു. പിന്നെ നമ്മൾ ട്രാവലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. കുട്ടികൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് ബസ്സിൽ ഹോട്ടലിലെത്തി. കുറച്ച് ദൂരം നടക്കേണ്ടിണ്ടായിരുന്നു കേട്ടോ. ബസ് ഇറങ്ങിയിട്ട് വേറൊരു സ്റ്റോപ്പിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ റൂം. നമുക്കിപ്പോഴാണ് റൂം കിട്ടിയത്. നേരത്തെ നമ്മുടെ ഫ്രണ്ടിൻ്റെ റൂമിലാണ് ലഗേജൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു റൂം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കൊണ്ട് വന്നു. ബാർബിക്യൂവും ബിരിയാണിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ചിക്കൻ ബാർബിക്യൂവും ബിരിയാണി. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഇനി ഒന്ന് ഫ്രഷായിട്ട് നമുക്ക് കിടന്നുറങ്ങണം. പിറ്റേ ദിവസം ക്രിസ്മസ് ആണ്. അപ്പോൾ അന്ന് ഷോപ്പുകളൊന്നും ഓപ്പൺ ആയിരിക്കില്ല. നമുക്ക് എവിടെയും പോകാനും പറ്റില്ല. ട്യൂബ് ബസ് ഒന്നും ഉണ്ടാവില്ല. എല്ലാം ഓഫാണ്. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് തന്നെ ടവർ ബ്രിഡ്ജ് ഉണ്ട്. അങ്ങോട്ട് പോകാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഹോട്ടലിൽ നിന്ന് തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പുറത്തിറങ്ങാം. അതൊക്കെയായിരുന്നു പ്ലാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.